മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് അദ്ദേഹം പറയുന്ന ഒരു സംഭവം, കുൻതു ബി മക്ക ഫഅസാബഹും കഹ്തുൻ. അദ്ദേഹം മക്കയിൽ കഴിയുന്ന കാലം അതിശക്തമായ വരൾച്ച അനുഭവിക്കുകയാണ്. വെള്ളം ലഭിക്കാനില്ല, കൃഷി നശിക്കുന്നു, കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു, ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. ഫഖറജു ഇലൽ മസ്ജിദിൽ ഹറാം യസ്തസ്ഖൂൻ. അങ്ങനെ ആളുകളെല്ലാം മസ്ജിദുൽ ഹറമിലേക്ക് ഒരുമിച്ച് കൂടുന്നു. മസ്ജിദുൽ ഹറമിൽ വന്ന് മഴയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്, അവർ നമസ്കരിക്കുകയാണ്. നമസ്കാരം നിർവഹിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ മഴ ലഭിക്കുന്നില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വശത്തായി ക്ഷീണിച്ച കറുത്ത വർഗക്കാരനായ വളരെ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യൻ അബ്ദുല്ലാഹിബ്നു മുബാറക്കിൻ്റെ ഒരു വശത്തായി ഇരിക്കുന്നുണ്ട്. ഫഖാൽ, ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുമ്മ അല്ലാഹുമ്മ, അല്ലാഹുവേ അല്ലാഹുവേ, ഖദ് ദഅൗക ഫലം തുജിബുഹും. അല്ലാഹുവേ, ഇവർ നിന്നോട് പ്രാർത്ഥിച്ചിരിക്കുന്നു, നീ അവർക്ക് ഉത്തരം നൽകിയിട്ടില്ല, നീ മഴ വർഷിപ്പിച്ചിട്ടില്ല. ഇന്നി അഖ്സിം അലൈക് അൻ തസ്ഖിയനാ. അല്ലാഹുവേ, നിന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ ഞങ്ങൾക്ക് മഴ നൽകണം, മഴ വർഷിപ്പിക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ച് അധിക സമയം കഴിഞ്ഞിട്ടില്ല. ഫവല്ലാഹ്, അബ്ദുല്ലാഹിബ്നു മുബാറക് പറയുകയാണ്, അള്ളാഹു തന്നെയാണ് സത്യം. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഉടനെ ശക്തമായ മഴ പെയ്യുകയായി. ആ കറുത്ത വർഗക്കാരനായ മെലിഞ്ഞൊട്ടിയ ആ മനുഷ്യൻ, അയാൾ അബ്ദാണ്, അടിമയാണ്. അവിടെ നിന്ന് നടന്ന് അദ്ദേഹം പതുക്കെ പുറത്തേക്ക് നീങ്ങി. അബ്ദുല്ലാഹിബ്നു മുബാറക് ആ മനുഷ്യനെ അനുഗമിച്ചു. അദ്ദേഹം ഒരു ധാന്യ കച്ചവടക്കാരൻ്റെ വീട്ടിലാണ് എത്തുന്നത്. ആ വീട്ടിൽ അദ്ദേഹം പ്രവേശിച്ചു. സമയം രാത്രിയായി. ആ വീടിനൊരു അടയാളം വെച്ച് അടുത്ത ദിവസം അബ്ദുല്ലാഹിബ്നു മുബാറക് കൈകളിൽ ദീനാറുമായി സ്വർണ്ണ നാണയവുമായി ആ വീട്ടിലേക്കെത്തി. ആ വീടിൻ്റെ പുറത്ത് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. അയാളോട് ഈ വീടിൻ്റെ ഉടമസ്ഥനെ ഒന്ന് കാണിച്ചു നൽകുമോ എന്ന് ആവശ്യപ്പെട്ടു. ആ വ്യക്തി പറഞ്ഞു, ഞാനാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ. എങ്കിൽ നിങ്ങളുടെ ഒരു അബ്ദിനെ, ഒരു അടിമയെ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ അടിമയെ എനിക്ക് കച്ചവടം ചെയ്യണം. ആ ഉടമയുടെ മറുപടി, എനിക്ക് 14 അടിമകളുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക്, നിങ്ങൾക്കതിൽ ഏത് അബ്ദിനെ വേണോ അതിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഓരോരുത്തരെയും ഞാൻ കാണിച്ചു നൽകാം. ആ 14 പേരെയും കാണിച്ചു കൊടുത്തു. ആ 14-ൽ ഇദ്ദേഹം ഇന്നലെ കണ്ട മെലിഞ്ഞൊട്ടിയ കറുത്ത നിറമുള്ള ആ അബ്ദ്, ആ അടിമ ഇല്ല. ഫഖുൽതു ലഹു ബഖിയ ഷൈഉൻ. അബ്ദുല്ലാഹിബ്നു മുബാറക് അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി വല്ലവരുമുണ്ടോ? ഈ 14 പേരല്ലാത്ത മറ്റു വല്ല അടിമയും നിങ്ങൾക്കുണ്ടോ? ഫഖാൽ, ആ മനുഷ്യൻ്റെ മറുപടി, ഗുലാമുൻ മരീദ്, രോഗിയായ, പ്രത്യേകിച്ച് ഒന്നിനും പറ്റാത്ത രോഗിയാണ്, അവശനാണ്, ദുർബലനാണ്. അങ്ങനെയുള്ള ഒരു അടിമ കൂടെയുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു നൽകുമോ? അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഫഇദാ ഹുവൽ അസ്വദ്. ഇന്നലെ കണ്ട ആ പ്രാർത്ഥിച്ച ആ കറുത്ത അതേ മനുഷ്യൻ, രോഗിയാണ്, അവശനാണ്. എനിക്ക് ഈ വ്യക്തിയെ നിങ്ങൾ വിൽക്കണം. ഹുവലക യാ അബാ അബ്ദുറഹ്മാൻ. ഓ അബു അബ്ദുറഹ്മാൻ, നിങ്ങൾക്ക് ഈ അബ്ദിനെ വില കൊടുത്തു വാങ്ങാം, നിങ്ങൾക്ക് സ്വീകരിക്കാം. 14 ദീനാറു നൽകി കച്ചവടം നടന്നു. 14 ദീനാറിന് ആ അബ്ദിനെ അബ്ദുല്ലാഹിബ്നു മുബാറക് വാങ്ങി അദ്ദേഹം തിരിച്ചു നടക്കുന്നു. പാതി ദൂരം പിന്നിട്ടു. പോകുന്ന യാത്രയിൽ പതിഞ്ഞ സ്വരത്തിൽ ആ അടിമ ചോദിച്ചു, യാ മൗല, എൻ്റെ യജമാന, അയ്യു ഷൈഇൻ തസ്നഉ ബി, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തിനാണ്? എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു ജോലിയെടുക്കാൻ, ഒരു പണിയെടുക്കാൻ ഒന്നിനും കഴിയുകയില്ല. ദുർബലനാണ്, രോഗിയാണ്.
എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തിനാണ്? വഅന മരീദുൻ, ഞാനാകട്ടെ രോഗിയുമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് ഇന്നലെ മസ്ജിദുൽ ഹറാമിൽ സംഭവിച്ച ആ കാര്യം അദ്ദേഹം പ്രാർത്ഥിച്ചതും ആ പ്രാർത്ഥന നിർവഹിച്ച ഉടനെ മഴ പെയ്തതുമായ സംഭവം ആ അബ്ദിനോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഫത്തക അലൽ ഹായിത്ത്, ഒരു ചുമരിലേക്ക് പേടിയോടുകൂടെ അദ്ദേഹം ചാരി നിന്നു. ഫഖാൽ, എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തുശഹിർ ബി, അള്ളാഹുവേ എന്നെ പ്രശസ്തനാക്കരുതേ, അള്ളാഹുവേ എന്നെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രശസ്തിയുള്ള, ജനങ്ങൾ അറിയപ്പെടുന്ന ഒരാളാക്കി എന്നെ മാറ്റരുതേ. ഫഖ്ലിനി ഇലൈക്, എന്നെ എത്രയും പെട്ടെന്ന്, ഫഖ്ബിൽനി ഇലൈക്, അള്ളാഹുവേ എന്നെ എത്രയും പെട്ടെന്ന് നിന്നിലേക്ക് തിരിച്ചു വിളിക്കണമേ. പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ തിരിച്ചു വിളിക്കണേ റബ്ബേ. ഫഖറ മയ്യിത്തൻ, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതും ആ മനുഷ്യൻ അവിടെ മരണപ്പെട്ടു വീണു. ഫൻഹശറ അലൈഹി അഹ്ലു മക്ക, മക്കക്കാർ അവിടെ ഒരുമിച്ചുകൂടി ആ മനുഷ്യനു വേണ്ടി ജനാസ നമസ്കാരം നിർവഹിച്ചു. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവമാണ്. ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തിൽ നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും റബ്ബ് പരിഗണിക്കും. ധനികന്മാർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ റബ്ബിൻ്റെ അരികിലില്ല. സമ്പന്നനാണ് എന്നതുകൊണ്ട് പ്രത്യേകമായ പരിഗണന റബ്ബിൻ്റെ കോടതിയിലില്ല. നമ്മുടെ ജോലി ഏതാകട്ടെ, നമ്മുടെ നിറം ഏതാകട്ടെ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഏതാകട്ടെ, നമ്മൾ എത്ര ദരിദ്രനാകട്ടെ, നമ്മൾ എത്ര പാവപ്പെട്ടവനാകട്ടെ, ജനങ്ങൾക്കിടയിൽ, കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ ആർക്കുമിടയിലും ഒരു പേരും അഡ്രസ്സും ഇല്ലാത്തവനാകട്ടെ, റബ്ബ് പരിഗണിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, റബ്ബ് നമ്മുടെ തൊട്ടരികിലുണ്ട്, റബ്ബ് സമീപസ്ഥനാണ്. ജനങ്ങൾക്ക് വിലയില്ല എന്നതുകൊണ്ട് റബ്ബ് വില നൽകാതിരിക്കുകയില്ല, ജനങ്ങൾക്കിടയിൽ സ്ഥാനമില്ല എന്നതുകൊണ്ട് റബ്ബ് സ്ഥാനം നൽകാതിരിക്കുകയില്ല. റബ്ബിൻ്റെ അരികിൽ നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആ റബ്ബ് നമ്മളെ പരിഗണിക്കും. രണ്ട്, ആ റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നമ്മൾ ആരാകട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകും. ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ അടിമക്ക് ഞാൻ ഉത്തരം നൽകും. പ്രാർത്ഥിക്കാൻ ഉസ്താദ് വേണമെന്നില്ല, പ്രാർത്ഥിക്കാൻ ഉസ്താദ് വേണമെന്നില്ല. മരിച്ചിടത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഉസ്താദാണ്. കല്യാണ വീട്ടിൽ ഉസ്താദ് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയാകൂ. ഉസ്താദിന്റെ പ്രാർത്ഥനയേക്കാൾ റബ്ബിന്റെ അരികിൽ സാധാരണക്കാരനായ, ദുർബലനായ, ലഈഫായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ സ്ഥാനമുണ്ടാകും. ഏത് അബദിനും ഏതടിമക്കും കൈകളുയർത്തി പ്രാർത്ഥിക്കാവുന്ന, ആ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. ചോദിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അങ്ങനെ ഏതെങ്കിലും ഹോജമാരുടെ, ശൈഖന്മാരുടെ പ്രാർത്ഥന മാത്രം കേൾക്കുന്ന റബ്ബല്ല. നമ്മൾ ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകും. മൂന്നാമത്തെ കാര്യം, റബ്ബ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളാണ് റബ്ബ് നോക്കുന്നത്. നിങ്ങളുടെ സാലറി എത്രേ റബ്ബിന്റെ വിഷയമല്ല. നിറം കറുത്തതോ വെളുത്തതോ റബ്ബ് പരിഗണിക്കുന്നതല്ല. തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, അതിസമ്പന്നനാണോ ദരിദ്രനാണോ, ഇതൊന്നും റബ്ബിന്റെ അരികിൽ പരിഗണനീയമല്ല. റബ്ബ് നോക്കുന്നത് ഹൃദയമാണ്. റബ്ബ് നോക്കുന്നത് നമ്മുടെ അമലുകളാണ്. ആ അമലിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബ് നമ്മളെ പരിഗണിക്കുക. നാലാമത്തെ വിഷയം, പ്രശസ്തിയെ പേടിക്കണം. പ്രശസ്തി പലതും നശിപ്പിക്കും. നമ്മുടെ അമലുകളെ നശിപ്പിക്കും, നമ്മളെ നശിപ്പിക്കും. ഞാൻ അറിയപ്പെടാൻ, ഞാൻ പ്രശസ്തനാകാൻ, ഞാൻ ദീനിൻ്റെ ആളാണെന്ന് നാലാൾ അറിയാൻ നമ്മൾ ആഗ്രഹിക്കരുത്. പ്രശസ്തിയെ എപ്പോഴും നമ്മൾ പേടിക്കണം. രഹസ്യമാണ് മനോഹരമാകേണ്ടത്, പരസ്യമല്ല. പരസ്യത്തിലല്ല നമ്മൾ മനോഹരമാക്കേണ്ടത്. നമ്മുടെ രഹസ്യം പരസ്യത്തേക്കാൾ മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിലാണ് സ്ഥാനം കിട്ടേണ്ടത്. ചില ആളുകൾ പറയും, ഞാൻ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടും എനിക്കിപ്പോഴൊരു സ്ഥാനമില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല. റബ്ബിൻ്റെ പരിഗണനയാണ് വേണ്ടത്, മനുഷ്യരുടെ പരിഗണനയല്ല, മനുഷ്യർക്കിടയിലുള്ള പ്രശസ്തിയല്ല. റബ്ബിൻ്റെ അരികിൽ സ്വീകാര്യതയുണ്ടാകണം, റബ്ബ് പരിഗണിക്കണം. റബ്ബിൻ്റെ കോടതിയിൽ അവിടെ നമുക്ക് സ്വീകാര്യതയുണ്ടാകണം. അതിനാഗ്രഹിക്കുകയും അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്യണം. അഞ്ചാമത്തെ കാര്യം, ഒരാളെയും നിസ്സാരവൽക്കരിക്കരുത്. ഒരു മനുഷ്യനെയും നിസ്സാരവൽക്കരിക്കരുത്. ഏതൊരാളെയും പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ. വജഅൽനാകും ശുഊബൻ വ കബായില ലിതആറഫു, തിരിച്ചറിയാനാണ് നിങ്ങളുടെ ഗോത്രം, നിങ്ങളുടെ വീട്ടുപേർ, നിങ്ങളുടെ തറവാട് പരസ്പരം തിരിച്ചറിയാൻ. അതല്ലാതെ ആ വീട്ടുപേരിന്, ആ തറവാടിന്, ആ ഗോത്രത്തിന് റബ്ബിന്റെ അരികിൽ ഒരു പ്രശസ്തിയുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അരികിൽ തഖ്വ കൊണ്ടാണ് സ്ഥാനം. അതുകൊണ്ടൊരു മനുഷ്യനെയും, ഏത് തൊഴിലെടുക്കുന്നവനാകട്ടെ, ആദരിക്കണം. തൊഴിലാളിയാണോ, ആദരിക്കണം. ഞാൻ സാലറി കൊടുക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്, അതല്ല ദീൻ. ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കൊരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ റബ്ബിന്റെ അരികിൽ സ്വീകാര്യതയുണ്ടാകും. ആ മനുഷ്യന് നമ്മളെക്കാൾ അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനമുണ്ടായിരിക്കും. ഏതൊരു മനുഷ്യനെയും പരിഗണിക്കാൻ, ഏതൊരു മനുഷ്യനെയും ആ രൂപത്തിൽ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ചില ആളുകളുണ്ട്, പലപ്പോഴും ദീനി രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാവരെയും നിസ്സാരവൽക്കരിക്കലാണ്. അവർക്കൊന്നും ദീനില്ല, എൻ്റെ വേഷം കണ്ടില്ല, എൻ്റെ വേഷം ധരിച്ചതുപോലെ വേഷം ധരിച്ചാലേ ദീനാകുള്ളൂ. അവർക്ക് ഈമാനില്ല, അവർക്ക് തഖ്വയില്ല. ആരാണ് നമുക്ക് മറ്റുള്ളവരുടെ തഖ്വ അളക്കാൻ, മറ്റുള്ളവരുടെ ഈമാൻ അളക്കാൻ, മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ അരികിലുള്ള സ്വീകാര്യത അളക്കാൻ സ്ഥാനം നൽകിയത്? നമസ്കരിക്കുന്ന നമ്മുടെ നമസ്കാരം റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യർ, ഒരു സ്ഥാനവും നൽകാത്ത ചില ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരാളെയും സമ്പത്ത് നോക്കിയിട്ടല്ല സ്നേഹം, തറവാട് നോക്കിയിട്ടല്ല സ്നേഹം, മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ നോക്കിയിട്ടല്ല സ്നേഹം. നമുക്ക് തഖ്വയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം പരിഗണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പാപങ്ങളെ പ്രത്യേകിച്ചു പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി ജുലൈബീബ് ഉന്തിയ പല്ലുകളാണ്, കുറിയ മനുഷ്യനാണ്, ഉയരം കുറവാണ്, കറുത്ത നിറമാണ്. ചരിത്രം വായിക്കുന്നിടത്ത് കാണാം, മഹാനായ സ്വഹാബിക്ക് നിറമില്ല, രൂപമില്ല, സ്വന്തമായി ഒരു രൂപം പോലും ഇല്ലാത്ത അത്രയും വികൃതമായ ശരീരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചത് നോക്കൂ. ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്ന് വിവാഹം അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. അള്ളാഹിന്റെ റസൂലാണ് വിവാഹം അന്വേഷിക്കുന്നത്. ആർക്കാണ് നബിയെ? ജുലൈബീബ്. മുഖം പെട്ടെന്ന് ഒന്ന് വാടിപ്പോയി. കാരണം ആ മനുഷ്യന് വേണ്ടിയിട്ടോ, അത്ര വികൃതമായ രൂപമുള്ള ജുലൈബീബിന് വേണ്ടിയിട്ടാണോ വിവാഹം അന്വേഷണം? അതും എൻ്റെ മകളെ. ഒരു തുണിയുടെ പിറകിൽ നിന്നൊരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, ഉപ്പാ എനിക്കിഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിവാഹം അന്വേഷിച്ചത്, എനിക്കിഷ്ടമാണ്. കല്യാണം നടന്നു. 7ാമത്തെ ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മഹാനായ സ്വഹാബി. യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി അന്വേഷിക്കുന്നത് എവിടെയാണ് ജുലൈബീബ്? അള്ളാഹുവിന്റെ റസൂലിന് അറിയേണ്ടത് അതിസമ്പന്നന്മാരെ കുറിച്ചല്ല, ആ കൂട്ടത്തിലുള്ള തറവാടികളെ കുറിച്ചല്ല, ആരും പരിഗണിക്കാതെ പോയ, ആരും അറിയാതെ പോയ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ച്. യുദ്ധഭൂമിയിലൂടെ ഓടി നടന്നു പ്രവാചകൻ. 7 മുശ്രിക്കീങ്ങൾക്കിടയിൽ വെട്ടേറ്റ് താഴെ കിടക്കുന്ന സ്വഹാബിയെ കൈകൾ കൊണ്ട് ചേർത്തു പിടിച്ച് മടിത്തട്ടിൽ വെച്ച്, ഹാദാ മിന്നി വഅന മിൻഹു, ജുലൈബീബ് താങ്കൾ എന്നിൽ നിന്നാണ്, ഞാൻ നിങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ആ മുഖത്ത് കൈകൾ വെക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ കാണാം. ഇതാണ് ഇസ്ലാം. താഴെയുള്ളവരെ,
സാമ്പത്തികമായി പിറകോട്ടു പോയവരെ, ജോലിയില്ലാത്തവരെ, ദുർബലന്മാരെ, ആരോഗ്യമില്ലാത്തവരെ, അവരെ പരിഗണിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരുടെ കൂടെയാണ് റബ്ബിന്റെ സഹായം എന്ന ആദർശത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അടിമച്ചന്തയിൽ കന്നുകാലികളുടെ കൂടെ അരയിൽ ഒരു ചാക്കുകെട്ടി കൈകളിൽ കയറുകെട്ടി തൂക്കിയിട്ടിരുന്ന കറുകറുത്ത ബിലാലിനെ സയ്യിദാക്കിയ ദീനാണ് ഇസ്ലാം, നേതാവാക്കിയ ദീനാണ് ഇസ്ലാം. മക്കാ വിജയത്തിന്റെ സമയത്ത് കാബയുടെ മുകളിൽ കയറി ആരു ബാങ്കുലി മുടക്കണം എന്നതിന് തർക്കമുണ്ടായിരുന്നില്ല. അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്, അതിസമ്പന്നരുണ്ട്, തറവാടികളുണ്ട്, നേതാക്കന്മാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് ഐന ബിലാൽ, ബിലാൽ എവിടെ എന്നാണ്. ആ ബിലാലിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിഗണിച്ചത്. എങ്കിൽ മനുഷ്യരെ മനുഷ്യരായി കാണാൻ, സ്നേഹിക്കാൻ, അവരെ ആ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, പരിഗണിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം ചേർത്ത് നിർത്തലിന്റെ പാഠമാണ്. നിറത്തിന്റെ പേരിൽ അകറ്റി നിർത്തുന്ന വർണ്ണവെറിയുടെ ആശയമല്ല. ആ വർണ്ണവെറികളെ തച്ചുടച്ച് സൊഫിൽ കറുകറുത്ത ബിലാലിനെയും വെളുത്ത മുസ്അബിനെയും ധനികനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ദരിദ്രനായ ഹുബൈബിനെയും ചേർത്ത് നിർത്തി ഒന്നിച്ചൊരേ സൊഫിൽ നമസ്കരിക്കാൻ പഠിപ്പിച്ച, സ്നേഹിക്കാൻ പഠിപ്പിച്ച ആദർശമാണ്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും.